ഇതൊരു സ്ത്രീ എന്ന നിലയിൽ വെല്ലുവിളി കൂടിയാണ് എനിക്ക് സിനിമ. ഈ സിനിമയുമായി ഞാൻ 15 വർഷത്തിലേറെയായി ഡബിങ് ആർട്ടിസ്റ്റായിട്ട് FKയിൽ മെമ്പർഷിപ്പ് എടുത്തവരും സിനിമാ പ്രവർത്തിക്കായിട്ട്. പക്ഷേ ഈ സിനിമ ചെയ്യുന്നത് കുട്ടിക്കാലം മുതൽ എനിക്ക് മോഹമായിരുന്നു. പക്ഷേ സിനിമ ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചു ആദ്യം ഒരു പ്രൊഡ്യൂസർ എന്നെ കുറേ നടത്തിച്ച് ഒരു 6 മാസക്കാലം എന്നെ നടത്തിച്ച് മാക്സിമം വല്ലാതെ ബുദ്ധിമുട്ടി. രണ്ടാമത്തെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, കുഞ്ചാക്കോ ബോബനെയൊക്കെ വെച്ച് വളരെ ഫേമസ് ആയ മൂവി എടുത്ത പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ 6 മാസം നടത്തിച്ച് എന്നെ കുത്തുപാള എടുപ്പിച്ചത് മാത്രമല്ല അപമാനിച്ച് ഈ സുരാജേട്ടൻ്റെ ഡേറ്റ് ഉണ്ട്, സുരാജേട്ടന് പോലും സഹതാപം തോന്നിപ്പോയാനെ അങ്ങനെ എടുത്തിട്ട് അയാൾ എന്നെ വളരെ ചീറ്റ് ചെയ്തു. ആ പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ട് ഞാൻ ഡെല്ലിങ് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ആരെന്നെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ ഞാൻ ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ സബ്ജക്റ്റായിട്ട് ബാലകൃഷ്ണൻ ചേച്ചിയുടെ അടുത്താണ് ആദ്യം പോയത്. അപ്പോൾ ഭാഗ്യജി പൂർണ്ണമായിട്ട് എന്നെ നന്നായിട്ട് പിന്തുണച്ച് ഒത്തിരി പ്രോത്സാഹനം തന്നു, ധൈര്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്ന് പ്രൊഡ്യൂസറെ കേൾക്കണമെന്നപ്പോൾ എനിക്ക് തോന്നി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ FKയിൽ തന്നെയുള്ള ആളുകളാണ് നമ്മൾ ഇത്രത്തോളം നടത്തിച്ച് ബുദ്ധിമുട്ടിച്ചത്. അതിന് ആരും ഉത്തരവാദിയല്ല, യൂണിയൻ ഉത്തരവാദിയല്ല. പക്ഷെ അതും ഞാൻ പറഞ്ഞ മനുഷ്യന്റെ ആണ് പെണ്ണെന്നൊന്നുമില്ല, മനുഷ്യന്റെ സംസ്കാരമാണ് അവിടെ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ജിബിനെ കണ്ടുമുട്ടുന്നതും ഇങ്ങനെ ഒരു സംഭവം. ഇതിൻ്റെ ഒരു വാശിയായിരുന്നു എനിക്ക് സിനിമ എത്രയും പെട്ടെന്ന് എടുക്കണം, എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്കൊരു സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതും അവരൊക്കെ 30, 40, 50 ദിവസങ്ങളിൽ 30 കോടി 10 കോടിയൊക്കെ ചിലവാക്കുന്നിടത്ത് നമ്മൾക്ക് മാന്യമായ രീതിയിലൊരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കണം എന്ന വാശിയിലാണ് ഞാൻ കടന്നത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റിയും അതെങ്ങനെയാണ് ഉള്ളത്.